പപ്പ റീൽസും കണ്ടിരിക്കുന്ന ഫോൺ വിജി ചേട്ടൻ പറഞ്ഞു ഒന്ന് കറങ്ങാൻ പോയാലോന്ന്. അന്നേരം നേരെ പപ്പ അടുക്കളയിട്ട് പോയി. എന്നിട്ട് അടുക്കള രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് കറങ്ങാൻ പോയാലോ. അന്നേരം അടുക്കള രാജാവ് പറഞ്ഞു പോവാലോന്ന്. പിന്നെ അടുക്കളയിൽ നടന്ന ഒരു അന്തി ചർച്ചയായിരുന്നു കേട്ടോ, എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു അന്തി ചർച്ച. അങ്ങനെ ചർച്ചയിൽ അവസാനം നമുക്ക് ഒരു തീരുമാനത്തിലെത്തി, നമ്മൾ തലശ്ശേരി മുയിപ്പിലങ്ങാടി ബീച്ച്. അങ്ങനെ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നു. തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും 9 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്തേക്ക് ആൾക്കാരൊക്കെ അവരവരെ പാടും നോക്കി വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഞങ്ങൾ മാത്രമായി ബീച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് വാടകയ്ക്ക് എടുത്ത പോലെ തോന്നി. പക്ഷേ കുറച്ച് മുന്നോട്ടെത്തിയപ്പോൾ അവിടെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കാണാൻ തുടങ്ങി കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു മനസ്സിനൊരു കുളിർമ. പിന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു പാർക്ക് പോലെയൊക്കെ രൂപം കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി ഒരു പാർക്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനും വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനും വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനൊരു 3 വർഷം പിന്നാക്കം വന്നുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം അന്ന് ഇങ്ങനെ ഒന്നുമില്ല, എന്നാൽ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ അത്ഭുതത്തിന് കാരണം. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ചില്ലാവാൻ വിചാരിച്ച്. അത് കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ എന്താ കാഴ്ച, നമ്മൾ ഡ്രൈവിംഗ് ബീച്ചിൽ കൂടെ അങ്ങനെ മരണമാസ് ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരട്ടാ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നമുക്കെന്താ കുറച്ച് മുന്നോട്ടൊക്കെ നടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ പാർക്കിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കാനെ. അപ്പോൾ ധ്യാനസ് പറഞ്ഞു പപ്പേ ഞാൻ എൻ്റെ ജിം ബോഡി ഒന്ന് കാണിക്കട്ടെ. എന്നാൽ പിന്നെ നീ കാണിക്കടാ ഞാനും പറഞ്ഞു. അങ്ങനെ അവൻ ആ ടാസ്ക് ഏറ്റെടുത്ത്. പക്ഷേ ആള് പുലിയല്ലട്ടാ, എന്നൊക്കെ എൻ്റെ മോനായോണ്ട് പറയുന്നല്ലേ, പുപ്പുലിയാണ്. കംപ്ലീറ്റ് ടാസ്ക് വളരെ സിമ്പിളായിട്ട് അവൻ എന്താക്കി അതിനാക്കി എടുത്തിട്ടാ. അതും കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്നുള്ള നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒറ്റ നടന്ന് എന്തായാലും ഒരു രാത്രി വാക്കായിക്കോട്ടെ എന്നുള്ള സ്ഥിതിയിൽ ഞങ്ങളങ്ങ് ഇറങ്ങി നടന്നു. സംഭവം ഏകദേശം 1 കിലോമീറ്റർ ഇതിൻ്റെ അറ്റത്തേക്ക് എത്താനുണ്ടെന്ന് തോന്നിട്ടാ. അത്രയും ദൂരം നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ നടന്ന് അതിൻ്റെ ഒരു പകുതി ആയപ്പോഴേക്കും നമുക്ക് അഥവാ ഇനി നമുക്കൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ താഴോട്ടേക്ക് ഒരു പാത അവരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൽ ഇറങ്ങി നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. ബീച്ചിൻ്റെ ഈ പാതൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇങ്ങനെ ഇവിടെ പുൽത്തകിടികളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ബീബി അവള് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ആംബിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പിന്നെ ഡാൻസ് കളിക്കണം. കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അവളെന്തായി അടിപൊളിയായിട്ട് ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ചേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് കളിച്ച് ക്ഷീണം പിടിച്ച് എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്ന് മൃഷ്ടാനം വയറ് നിറച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കാണണ്ട. ഇതുപോലത്തെ വീഡിയോ കാണാൻ കൂടെ